സ്വാഗതം. ഇന്നും ഇന്നലത്തെയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ തുണികളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ. മിനിഞ്ഞാന്ന് ഒത്തിരി ഏറെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം. അപ്പോൾ ഇന്നലെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴുകുകയാണെങ്കിൽ തന്നെ നേരത്തോടു കൂടി നിൽക്കണം അലക്കലിൻ്റെ അവിടെ നിന്ന് കഴുകാനായിട്ട്. ഇല്ലെങ്കിൽ നല്ല പൊട്ടിത്തെറിക്കുന്ന വെയിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ട് വെയിലാറിയതിന് ശേഷം പിള്ളേരെ സ്കൂളിൽ പോയതും അച്ചുമോൾക്ക് പിന്നെ സ്കൂളില്ല, ട്യൂഷന് പോയ ഡ്രസ്സും ഒക്കെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് വൈകിട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടുകൂട്ടാ. പിന്നെ നമ്മുടെ വടക്കോരത്തേക്ക് തന്നെ വരാൻ പറ്റില്ല. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്ര ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അപ്പോൾ തുണികളൊക്കെ കഴുകൽ കഴിഞ്ഞു. ചാച്ചിക്കുട്ടി അവിടെ ചോറും കറിയും വെച്ചിട്ട് കളിക്കണമൊക്കെ ഉണ്ട്. ആ കേക്കാണ് ഇന്ന് അവൾ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാവർക്കും ഇടയ്ക്ക് ഓരോ പീസൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി തീയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അടിക്കലും തീയിടലും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് വേണം ഇനി ചാച്ചിക്കുട്ടീനെ കുളിപ്പിക്കാൻ എടുത്തപ്പോൾ നല്ല ഇതായിരുന്നു, വഴക്കായിരുന്നു കേട്ടോ. അവൾ ഡ്രസ്സ് ഊരാനൊന്നും സമ്മതിക്കാണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുമായിരുന്നു. കളി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ചോറും കറി വെക്കാനുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചിത്രം വരയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നും അത് കുളിക്കുമ്പോൾ നല്ല വാശിയാവുക. അങ്ങനെ അപ്പോൾ ഇതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവളെന്നെ കുളിപ്പിക്കാൻ എന്ന് വിചാരിച്ചു. പിന്നെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തൂല, അങ്ങനത്തെ ഒരു സ്വഭാവം അവൾക്ക്. അപ്പോൾ അവളവിടെ നടന്ന് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തുണികളൊക്കെ കഴുകി ഇട്ടിട്ട് പിന്നെ അവളുടെ ഡ്രസ്സും ഒക്കെ ആയിട്ട് പിന്നെ ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തേക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ തേച്ചിട്ടു കേട്ടോ. അവിടെയൊക്കെ നല്ല ചോന്നിട്ടാണ് കിടന്നിരുന്നത്, മണ്ണ് പൊന്തിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ടു. നല്ല കറുത്ത ചാണകമായിരുന്നു കേട്ടോ. അടിയിലത്തെ കുഴിയിൽ നിന്ന് എടുത്ത ചാണകമായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറുത്ത ചാണകമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു തേച്ചപ്പോൾ കാണാനായിട്ട്. അങ്ങനെ തുണികളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പോന്നു കേട്ടോ. ചാച്ചിക്കുട്ടീനെ കുളിപ്പിക്കാനായിട്ട് ഒരു വാശിയും തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് പിറ്റേ ദിവസത്തെ, അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് പിള്ളേരൊക്കെ ട്യൂഷന് പോയി. ഇന്ന് രണ്ടാൾക്കും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊരു 10 മണി 10:30 ആയപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചിക്കുട്ടിയാണെങ്കിൽ എണീച്ച് വന്നിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് എണീച്ചു, എന്നിട്ട് ഒന്ന് വാശി പിടിച്ചിട്ട് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിക്കാനൊന്നും ഇല്ല. അങ്ങനെ വേഗം അകുമാറടിക്കലും തുടയ്ക്കലും പിന്നെ പിള്ളേരൊക്കെ പോയതിന് ശേഷം ഇത്തിരി അധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവില്ല, അതൊക്കെ കഴുകി വയ്ക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടു വിട്ടാൽ. എന്നിട്ട് ഞാൻ പോയിട്ട് മീൻ കുറച്ച് ഫ്രീസറിൽ ഇരുന്നിരുന്നു, പൂരത്തിന് മേടിച്ചതിൻ്റെ. അതിൻ്റെ മണ്ടയും വാലും ഒക്കെ ആയിട്ട് ഒരു കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് തന്നെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വേറൊരു തരം മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചു. പിന്നെ കറിയിൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു. അടുപ്പൊഴിയുമ്പോൾ കയറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നാളികേരപ്പാലും അതേട്ടാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാലും 2-ാം പാലൊക്കെ മാറ്റി വെച്ചു. പിന്നെ കിച്ചുമോനെ ഇത്തിരി കോളിഫ്ലവർ പിന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറുത്തിട്ട് വെള്ളമൊക്കെ വറുത്ത് കളഞ്ഞിട്ട് ഇത്തിരി പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അവന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അവന് ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അവനാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല. പിന്നെ ഈ പച്ചവറ്റും മുട്ടയും കൂടിയിട്ട് കഴിക്കുമ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ എന്തായാലും കോളിഫ്ലവർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് ഇറക്കി വെച്ചു. ഊറ്റുമ്പോൾ തന്നെ ഞാൻ കറി അത് അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് നല്ലപോലെ വെന്ത് ഇത്തിരിയൊക്കെ ചാറ് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ 2-ാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ 1-ാം പാലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു.
പിന്നെ അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ മീൻ കറി ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതൊന്നും മീനിലേക്ക് നമ്മുടെ പൊടികളും ഉള്ളിയും ഇഞ്ചിയൊന്നും ചതച്ചിടണമൊന്നും കാണിക്കാഞ്ഞത്. അതൊക്കെ സാധാരണ പോലെ തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാൽ അങ്ങനെയാണ് ഇത് ചെയ്തത്. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കറി തിളച്ച് വറ്റി വരുമ്പോൾ രണ്ടാം പാലോ ഒന്നാം പാലോ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഉള്ളി കാച്ചിയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ഉള്ളി കാച്ചുമ്പോൾ ഇങ്ങനെ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് കറി വയ്ക്കുമ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് മീൻ വറുത്തതും അതിൽ തന്നെയാണ് കോളിഫ്ലവർ വറുത്തതും. അത് കാരണം കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തില്ല കേട്ടോ. പിന്നെ ചീനച്ചട്ടി പോയിട്ട് പിന്നെ കഴുകിയിട്ട് വന്നിട്ട് വേണം, അപ്പോൾ അടുപ്പോടെ ഒഴിഞ്ഞ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ല. വെറുതെ ഉള്ളി കാച്ചിയിട്ട് അതിലേക്ക് ഇത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അവിടെ പുറത്തെ ചൂടും അടുപ്പിൻ്റെ അവിടുത്തെ ചൂടും കൂടിയിട്ട് ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ചൂടാണ്. അങ്ങനെ അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ, കോളിഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കറിയിലേക്ക് കാച്ചുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ മുന്നേ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ സ്രാവിൻ്റെ ലിവർ ഇത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മുന്നേ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പിന്നെ ഞാൻ കറി കാച്ചിയത്. ആദ്യം അത് ഒഴിച്ചതാണ്. അതെന്ത് വെളിച്ചെണ്ണയാവുമോ എന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേ കോളിഫ്ലവർ പിന്നെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ കോളിഫ്ലവറിൽ. അപ്പോൾ ഞാൻ മുട്ടയൊന്നും ഇപ്പോൾ ഇട്ട് കൊടുത്തില്ല. ഇത് വെറുതെ കോൺഫ്ലവറും ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി കറിവേപ്പിൻ്റെ ഇലയും ഇത് വറക്കണ നേരത്താണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ അത് പെട്ടെന്ന് നല്ല ഇതിൽ വറുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിലല്ല ഇതിട്ട് വയ്ക്കുന്നത് നമ്മൾ. അപ്പോൾ പിന്നെ വല്ലാണ്ട് ഇട്ടിട്ട് ഇതാക്കൊന്നും വേണ്ട, നല്ല വെന്തിട്ടും ഉണ്ടാവും. പിന്നെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ കളറിനൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കളറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മളിപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ, അത് കാരണം കളറും ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കിച്ചുമോനും അച്ചുമോളും തിരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും അച്ചുമോൾക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവനെന്ന് വിചാരിച്ചിട്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2-3 പ്രാവശ്യമായി ഒരു കോളിഫ്ലവർ പൂരത്തിന് അവന് എല്ലാവരും ഇറച്ചി മീനും കഴിക്കുമ്പോൾ അവൻ മാത്രം കഴിക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവന് കോളിഫ്ലവർ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് അച്ചുമോളും ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാച്ചിക്കുട്ടിക്ക് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. അവളിപ്പോൾ അച്ചാറുമ്മൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്, അച്ചാറും പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചാച്ചിക്കുട്ടി കഴിച്ചത്. ഇത്തിരി കറി ഒഴിച്ചു വിട്ടാൽ അതാ ഇഷ്ടമൊന്നുമില്ല, കറി ഒഴിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല അവൾക്ക്. എന്നാലും ഇത്തിരി കറിയൊക്കെ ഒഴിച്ചു വിട്ട് ഇന്ന് അവൾക്ക് ഞാൻ ചോറ് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലെ പിന്നെ കുപ്പിവളയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമാണ് കുപ്പിവള, ഞങ്ങളിപ്പോഴും കരിവളയും കുപ്പിവളയും ഒക്കെ ഇട്ടിട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴും കരിവളയും കുപ്പിവളയൊക്കെ ഇടുന്ന കുറേ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ചെറുതിലൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അന്നൊക്കെ കുറേ കളറിലുണ്ടായിരുന്നല്ലോ കുപ്പിവളകൾ. ഇപ്പോഴും അതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഞാൻ പൂരപ്പറമ്പിൽ പോയപ്പോഴും അതേട്ടാ നല്ല കുപ്പിവളകളൊക്കെ നല്ല ഇരുന്നിരുന്നു അവിടെ. ആദ്യമൊക്കെ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കൂട്ട വളക്കാർ വളകളും പിന്നെ കുപ്പിവളകളാണ് അധികം ഉണ്ടാവുക അവരുടെ കയ്യിൽ. ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാനില്ലത്. ഈ സൈഡിലേക്ക് വരാത്തതാണോ എന്നറിയില്ല. നമ്മൾ ആദ്യം താമസിച്ചിരുന്ന അവിടെയൊക്കെ വരാറുണ്ട്, കുപ്പിവളകളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. പൂരപ്പറമ്പിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാവും. അപ്പോൾ പുലർച്ചെ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ നമ്മളവിടെയൊക്കെ നടക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുറ്റത്ത് അവർ വന്നിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും വള മേടിക്കലുണ്ട്. അങ്ങനെ നല്ല ഉറപ്പുള്ളൊരു തരം വള ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലൊക്കെ പ്ലെയിൻ തന്നെയാവും, കടും പച്ച പിന്നെ കറുപ്പ്, എന്നിട്ട് അതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു ഗോൾഡ് കളറ് വരുന്ന, അതിനെന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി.
അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും കുപ്പിവളകളൊന്നും ഇട്ടിട്ടില്ല അതുവരെ. അങ്ങനെ അപ്പോൾ ഇപ്പോഴും കുപ്പിവളകളൊക്കെ ഞാൻ സുപ്രിയ ചേച്ചിയുടെ ചാനലുണ്ടല്ലോ, ആ ചേച്ചി എപ്പോഴും കുപ്പിവളകളാണ്, കുറേ കളറ് കുപ്പിവളകളുണ്ട് ആ ചേച്ചിക്ക്. അപ്പോൾ ആ ചേച്ചിയാണ് നമ്മളോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചാനലിൽ കാണുന്ന കുറേ പേര് കുപ്പിവളകൾ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ 2 ബാച്ചായിട്ട് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ചീനിച്ചട്ടിയിൽ കുറേ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2 പ്രാവശ്യമായിട്ട്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ മീനും വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അധികം വെളിച്ചെണ്ണ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല, ഇത്തിരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് എന്ത് മീനാണെന്ന് അറിയില്ല, പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അത് മുള്ളും ഉണ്ട് അത്യാവശ്യം. അങ്ങനത്തെ ഒരു തരം മീനാണിത്. അപ്പം അത് പിന്നെ ഈ ഒരു പ്രാവശ്യം വറുത്തെടുക്കാൻ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതും വറുത്തെടുത്തു. പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു. പിള്ളേർ കിച്ചുമ്മ കോളിഫ്ലവർ മാത്രം എടുത്തിട്ട് ഇത്തിരി അച്ചാറും കൂട്ടിയിട്ട് അവൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇതെല്ലാതും കൂട്ടിയിട്ട് ഞങ്ങളും കഴിച്ചു കേട്ടോ. ചാച്ചിക്കുട്ടിക്ക് ഞാൻ വാരി കൊടുത്തിത്തിരി ചോറ്. അപ്പോൾ ചാച്ചിക്കുട്ടി അത് കഴിച്ചു. ഇത് മീൻ വറുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചാച്ചിക്കുട്ടി മീൻ വറുത്ത് തായോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കൂട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ചില മീനുകൾ, മുള്ളില്ലാത്ത മീനുകളൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാട്ടോ. അത് വെറുതെ ഇരുന്ന് കഴിക്കും. പക്ഷെ ഇതങ്ങനെ അവളെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, നല്ല മുള്ളുണ്ട്. അപ്പം ഞാനത് നുള്ളിയിട്ട് പിന്നെ ചോറും പിന്നെ ഉപ്പേരി അല്ല നമ്മുടെ അച്ചാറും മീൻ കറി ഇത്തിരി എടുത്ത് വിട്ടാൽ, എന്നിട്ട് അതും കൂടിയിട്ട് അവൾക്ക് കൊടുത്തു. കറിയിൽ പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റിയതൊന്നുമില്ല, മണ്ടയും വാലൊക്കെ അല്ലായിരുന്നു. അപ്പം അത് അവൾ വല്ലാണ്ട് കഴിച്ചില്ല കേട്ടോ. പിന്നെ അവൾ ഇത് കൂട്ടിയിട്ടാണ് കുറച്ച് ചോറ് കഴിച്ചത്. മുന്തിരി ആണ് മെയിനായിട്ട് അവൾക്ക്. അപ്പം മുന്തിരി നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതും ഒക്കെ കൂട്ടിയിട്ട് അവൾ ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു. ഏട്ടന് അതേട്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിച്ച് നാട്ടണ ദിവസം, അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോയി. ആട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മീനൊക്കെ വറുത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇത് ചോറ് അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി മുളക് പൊടി ഇട്ടാലാണ് ഒരു ഭംഗി മീൻ കറിക്ക്. പക്ഷെ ഞാൻ ഇട്ടില്ലല്ലോ. അങ്ങനെ ചോറൊക്കെ അകത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി, ചാച്ചിക്കുട്ടിക്കുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ വിളമ്പണത്. അങ്ങനെ ഇത്തിരി വിളമ്പി അവൾക്ക്. പിന്നെ ഇത്തിരി മീൻ കറിയും പിന്നെ ഒരു മീൻ വറുത്തതും പിന്നെ ഇത്തിരി അച്ചാറും ഒക്കെ ഇട്ടിട്ട് ചാച്ചിക്കുട്ടിക്ക് കൊടുത്തു. അവളും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട, കറി ഒഴിച്ചപ്പോഴാണ് പറയണത് എനിക്ക് വേണ്ട, എനിക്ക് അച്ചാറും പിന്നെ മീൻ വറുത്തത് മാത്രം മതി എന്നൊക്കെയാണ് അവിടെ നിന്നിട്ട് പറയണത്. അങ്ങനെ അവൾക്ക് ചോറത്തിൽ വാരി കൊടുത്തപ്പോൾ അവൾ കഴിച്ചു. അച്ചുമോളും കിച്ചുമോനൊക്കെ നേരത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നും പറയണ പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. പറ്റണവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനെങ്കിലും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.